ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ ചാനൽ കീം ഓൺ ഫയർ. അപ്പോൾ കീം നടന്നുകൊണ്ടിരിക്കുകയാണ്. കീമിനൊപ്പം നമുക്ക് ക്യുസാറ്റ് ഉണ്ട് നെക്സ്റ്റ് മന്തിൽ. അതുപോലെ തന്നെ വേറെ കോമ്പറ്റേറ്റീവ് എക്സാംസ് ഉണ്ടാവും. അപ്പോൾ അത് നമുക്കൊന്ന് പ്രാക്ടീസ് ചെയ്യാം. നെക്സ്റ്റ് ടൈം ഇനി ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർ, അതുപോലെ തന്നെ ന്യൂലി +2 വന്ന ആൾക്കാർ, അല്ലെങ്കിൽ +1 പോകുന്ന ആൾക്കാരൊക്കെ ദേ ക്യാൻ വാച്ച് ദിസ് വൺ. അപ്പം പെട്ടെന്നായിട്ട് ഇനി കീം ബാക്കി എക്സാംസ് കൂടെ ഉണ്ടല്ലോ, ബാക്കിയുള്ളവർക്ക് അതിൻ്റെ എക്സാം ഉണ്ട്. അതുകൊണ്ടൊരു ഇമ്മീഡിയറ്റ് ആയിട്ട് കുറച്ച് പ്രോബ്ലംസ് നമ്മൾ ഇതിനകത്ത് ചെയ്യുവാണ്. മോക്ക് ടെസ്റ്റ് മാതിരി അല്ലെ ക്യുസാറ്റിൻ്റെ PVQs ആണ് നമ്മൾ ചെയ്യുന്നത്. സോ ദ ക്വസ്റ്റ്യൻ ഈസ്, കഴിഞ്ഞ ദിവസം ഹോംവർക്ക് പ്രോബ്ലം ആണ്, എല്ലാവർക്കും കിട്ടിയെന്ന് വിചാരിക്കുന്നു. കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ യു ക്യാൻ ജസ്റ്റ് വാച്ച് ദിസ് വൺ. ദ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഓൺ എർത്ത് സർഫസ് ഈസ് g. ഓക്കെ, ഇഫ് ദ ഡയമീറ്റർ ഓഫ് ദ എർത്ത് reduces to half of its original diameter and mass remains constant, then the new acceleration due to gravity on the surface of the earth would be. അപ്പോൾ എന്താ നമ്മുടെ കണ്ടീഷൻ പറഞ്ഞേക്കുന്നത്? നൗ ദ ഗ്രാവിറ്റേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഓൺ എർത്ത് ഈസ് g we know that it is gm/r². അതെങ്ങനെ കിട്ടിയെന്ന് അറിയാമല്ലോ. Every body attracts each other with their gravitational attraction, force of attraction. അപ്പോൾ ജസ്റ്റ് ഒരു മാസ് എർത്തിൻ്റെ മുകളിലിരിക്കുകയാണെങ്കിൽ ഇറ്റ്സ് വെയ്റ്റ് ഈസ് ഗോയിങ് ഡൗൺ, ദാറ്റ് ഈസ് mg. ഇതിനെ നമുക്ക് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഫോഴ്സ് എന്ന് പറഞ്ഞാൽ അട്രാക്ഷൻ ടുവേർഡ്സ് ദാറ്റ് പാർട്ടിക്കിൾ, ദാറ്റ് ഈസ് g ഇൻറ്റു m1 ഇൻറ്റു m2/r². സോ ഹിയർ r എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റേഡിയസ് ഓഫ് എർത്ത് ആണ്, കാരണം ആ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദീസ് ടു ഈസ് r. പിന്നെ m1 എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ മാസ് ഓഫ് എർത്ത്, m2 എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് m. സോ അത് രണ്ടും നമ്മൾ ഇക്വേറ്റ് ചെയ്യുമ്പോൾ ഇറ്റ് ബിക്കംസ് mg ഈസ് ഈക്വൽ ടു gm/r². സോ ഈ m ക്യാൻസൽ ചെയ്ത് കഴിയുമ്പോൾ ബാക്കി വിൽ ഗെറ്റ് ദിസ് g ഈസ് ഈക്വൽ ടു gm/r². ഓക്കെ, ദാറ്റ് ഈസ് എ ഇക്വേഷൻ. നിങ്ങൾക്കത് ഓർമ്മയുണ്ടെങ്കിൽ ഡയറക്റ്റ്ലി നമുക്കത് അപ്ലൈ ചെയ്യാം. സോ g എന്തായാലും കോൺസ്റ്റൻ്റ് ആയിരിക്കും, ഇറ്റ് വിൽ നോട്ട് ചേഞ്ച്. പിന്നെ പറഞ്ഞേക്കുന്നത് എന്താ, ഇനി ന്യൂ കേസിൽ G2 എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. G2ൻ്റെ കേസിൽ m2 ബിക്കംസ് m തന്നെ, മാസ് ചേഞ്ച് ആയിട്ടില്ല, ബട്ട് ഇറ്റ്സ് ഡയമീറ്റർ ചേഞ്ചസ് ടു എന്താണ്, റെഡ്യൂസസ് ടു ഹാഫ്. D2 എന്ന് പറയുന്നത് ആക്ച്വൽ ഡീൻ്റെ /2 ആണ്. അപ്പോൾ എന്തായിരിക്കും റേഡിയസിൻ്റെ അവസ്ഥയും? റേഡിയസ് ഈസ് ഓൾസോ r2 ഈസ് ഈക്വൽ ടു r/2. സോ ഇൻ അവർ കേസ് g ഈസ് സെയിം, m ഈസ് സെയിം, r2 എന്ന് പറയുന്നത് എന്തായി, r/2 ദ ഹോൾ സ്ക്വയർ ആയി. അപ്പോൾ എന്തായി, 4gm/r². സോ ദാറ്റ് ഈസ് G2. സോ G2 ഈസ് ഈക്വൽ ടു 4 ഇൻറ്റു ഇതെന്ന് പറയുന്നത് എന്താ, ദാറ്റ് ഈസ് സെയിം ആസ് g. സോ G2 ഈസ് ഈക്വൽ ടു 4g. സോ ന്യൂ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ബിക്കംസ് എന്താണ്, 4g. ഓപ്ഷൻ ബി ഈസ് ദ റൈറ്റ് ആൻസർ. ഓക്കെ, ഈ ഒരു ഇക്വേഷൻ ഓർത്തിരിക്കുക. g എന്ന് പറഞ്ഞാൽ ആക്ച്വലി ഇറ്റ് ഈസ് gm/r². അതിൽ നമ്മൾ ഇപ്പോൾ ചിലപ്പോൾ ചില കേസിൽ മാസ് വ്യത്യാസം ഉണ്ടാവാം, ചില കേസിൽ റേഡിയസ് സെയിം ഉണ്ടായിരിക്കും, എന്ത് വേണം വെച്ചാൽ വാട്ട് എവർ മേ ബി ദ കേസ്, ഈ ഇക്വേഷൻ വെച്ചിട്ട് നമുക്കതിനെ ഡെറൈവ് ചെയ്ത് എടുക്കാവുന്നേ ഉള്ളൂ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പ്രഷറിൻ്റെ ക്വസ്റ്റ്യൻ ആണ്, പ്രഷർ ഹെഡ്. ഓക്കെ, 3 vessels A, B and C of different shapes contain water up to the same height as shown in the figure. PA, PB and PC will be pressure exerted by the water at the bottom of the vessel A, B and C respectively. Then ഇതിലേത് റിലേഷൻഷിപ്പാണ് കറക്റ്റ് എന്നാണ് ചോദിക്കുന്നത്. സോ 3 വെസൽ ഉണ്ട് നമുക്ക്. 3 വെസലിൽ ഡിഫറെൻറ്റ് ഷേപ്പിലുള്ള 3 വെസലാണ്, ബട്ട് ഹൈറ്റ് ഓഫ് വാട്ടർ ഈസ് സെയിം. ദിസ് വൺ ഈസ് h, ദിസ് വൺ ഈസ് ഓൾസോ h, this one is also h. So we know that pressure at bottom of A is equal to ρgh. This is also B is equal to ρgh. This is also C is equal to ρgh. മൂന്നിൽ വാട്ടർ ആണ്, അതുകൊണ്ട് ഡെൻസിറ്റി സെയിം, G is സെയിം, ഹൈറ്റ് ഈസ് സെയിം ആയതുകൊണ്ട് പ്രഷർ അറ്റ് A is equal to പ്രഷർ അറ്റ് B is equal to പ്രഷർ അറ്റ് C. അപ്പോൾ മൂന്നിലെയും പ്രഷർ സെയിം ആയിരിക്കും, കാരണം ഇത് ഇങ്ങനെ ഒരു കണ്ടെയ്നറാണ്, അതിനകത്ത് വേറെ എക്സ്റ്റേണൽ പ്രഷറൊന്നും വേറെ ആക്ട് ചെയ്യുന്നില്ല, ഓൺലി അറ്റ്മോസ്ഫിയറിക് പ്രഷർ മാത്രമേ ഉള്ളൂ. സോ പ്രഷർ അറ്റ് ഗേജ് പ്രഷർ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ρgh ഓൺലി. സോ PA is equal to PB is equal to PC. ഇനി ഗേജ് അല്ല, അബ്സല്യൂട്ട് പ്രഷർ എന്തെടുത്താലും ഇത് മൂന്നും ഒരേ ഹൈറ്റിലാണ്. ഈ ABC എന്ന് പറയുന്ന പോയിൻറ്റ്സ് വെയർ വി നീഡ് ടു ഫൈൻഡ് ദ പ്രഷർ ഈസ് ഓൾസോ സെയിം ലെവൽ. എന്നിട്ട് ഇതിൻ്റെ എല്ലാത്തിൻ്റെയും ഹൈറ്റ് എന്ന് പറഞ്ഞാൽ ഹൈറ്റ് ഓഫ് വാട്ടർ കോളം ഈസ് സെയിം as h എവരിവെയർ, ഓൾ ദ 3. സോ അതുകൊണ്ട് PA is equal to PB is equal to PC is the right answer. Okay. Next question is,
ബൾക്ക് മോഡുലസുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ദ ബൾക്ക് മോഡുലസ് ഓഫ് എ സ്ഫിറിക്കൽ ഒബ്ജക്റ്റ് ഈസ് ബി. ഓക്കെ, സ്ഫിറിക്കൽ ഒബ്ജക്റ്റ് ആണ്, ഇറ്റ്സ് ബൾക്ക് മോഡുലസ് ഇസ് ബി. ഇഫ് ഇറ്റ് ഈസ് സബ്ജക്റ്റഡ് ടു എ യൂണിഫോം പ്രഷർ പി, ദ ഫ്രാക്ഷണൽ ഡിക്രീസ് ഇൻ റേഡിയസ്. അപ്പോൾ എന്താ പറയുന്നത്, നമുക്കറിയാം ബൾക്ക് മോഡുലസ് ബി എന്ന് പറയുന്നത് പ്രഷർ ബൈ ബി ഇസ് ഈക്വൽ ടു പ്രഷർ ബൈ ഡെൽറ്റ വി ബൈ വി. എന്താണെന്ന് അറിയാമല്ലോ, നോർമലി ബൾക്ക് മോഡുലസ് വെള്ളത്തിനടിയിലോ വെള്ളം കിടക്കുന്ന ഒരു സ്ഫിറിക്കൽ ഒബ്ജക്റ്റിലേക്ക് എവരിവെയർ വാട്ടർ ഈസ്, അതിൻ്റെ ഫുൾ ബോഡിയിൽ പ്രഷർ ഉണ്ടാവും. സോ ദാറ്റ് ഈസ് പി. സോ ബൾക്ക് മോഡുലസ് ഈസ് ഈക്വൽ ടു പ്രഷർ ബൈ ഡെൽറ്റ വി ബൈ വി ആണ് ചേഞ്ച് ഇൻ വോളിയം. അപ്പോൾ ചിലപ്പോൾ ഇത് വലിയ വോളിയത്തിൽ നിന്ന് ഒരു കുഞ്ഞു വോളിയത്തിലേക്ക് ചുരുങ്ങി പോവാം. സോ ദാറ്റ് ഈസ് എ റിഡക്ഷൻ ഇൻ വോളിയം. സോ ദാറ്റ് ഈസ് ഡെൽറ്റ വി ബൈ വി. സോ ഹിയർ ഇൻ ദിസ് കേസ് നമുക്കറിയാം, നമ്മൾ എറർ അനാലിസിസിൽ പഠിച്ചു ഡെൽറ്റ വി ബൈ വി. ആദ്യം വോളിയം എന്താണെന്നറിയാം, വോളിയം ഈസ് വോളിയം ഓഫ് സ്ഫിറിക്കൽ ബോഡി എന്ന് പറയുന്നുണ്ട്. സ്ഫിറിക്കൽ ഒബ്ജക്റ്റ് ആയതുകൊണ്ട് വോളിയം ഓഫ് സ്ഫിറിക്കൽ ഒബ്ജക്റ്റ് ഈസ് 4/3 പൈ ആർ ക്യൂബ്. ഇതിൽ നിന്ന് നമുക്ക് ഡെൽറ്റ വി ബൈ വി നോക്കാം. ഇത് ഇത്രയും എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റ് ആണ്. സോ എറർ അനാലിസിസ് നമ്മൾ അത് എടുക്കുന്നില്ല, കാരണം ചേഞ്ച് ഇൻ വോളിയം കോസസ് 3. ഈ 3 ആയതുകൊണ്ട് 3 ടൈംസ് ഡെൽറ്റ ആർ ബൈ ആർ ആണ് നമ്മൾ എടുക്കുന്നത്. ഇത് നമ്മളവിടെ പഠിച്ചു, അതുകൊണ്ട് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. സോ ഇൻസ്റ്റെഡ് ഓഫ് ഡെൽറ്റ വി ബൈ വി നമുക്ക് എന്ത് എഴുതാം, ബി ഇസ് ഈക്വൽ ടു പി ബൈ ഡെൽറ്റ വി ബൈ വി, ദാറ്റ് വി നോ. സോ പി എന്ന് വെച്ചാൽ പ്രഷർ, ഡെൽറ്റ വി ബൈ വിക്ക് നമുക്ക് എന്ത് എഴുതാം, 3 ഇൻറ്റു ഡെൽറ്റ ആർ ബൈ ആർ. ഈ ഡെൽറ്റ ആർ ബൈ ആർ ആണ് അവർ ഫ്രാക്ഷണൽ ഡിക്രീസ് ഇൻ റേഡിയസ് എന്ന് പറയുന്നത്, ദാറ്റ് ഈസ് ഡെൽറ്റ ആർ ബൈ ആർ ആണ്. സോ ഡെൽറ്റ ആർ ബൈ ആർ ആണ് നമ്മളോട് ചോദിച്ചേക്കുന്നത്. സോ അത് അങ്ങോട്ട് എടുത്തു കഴിയുമ്പോൾ ഡെൽറ്റ ആർ ബൈ ആർ ഈസ് ഈക്വൽ ടു ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ പി ബൈ 3b. സോ ദാറ്റ് ഈസ് ദ ആൻസർ, പി ബൈ 3b. വേർ ഇസ് ദ ആൻസർ? ഓക്കെ, ആൻസർ D, option D is the right answer. Just you need to remember the equation of bulk modulus. Bulk modulus അറിയായിരിക്കണം. സോ എറർ അനാലിസിസിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഇങ്ങനെ ഒരു ഇക്വേഷൻ വരുവാണെങ്കിൽ ദിസ് ഈസ് കോൺസ്റ്റൻറ്റ്, വി നീഡ് നോട്ട് ടേക്ക്, കാരണം ഈ ഒരു കോൺസ്റ്റൻ്റ് ആയതുകൊണ്ട് അതിനൊരു ചേഞ്ചും വരാൻ പോകുന്നില്ല. സോ ഈ റേഡിയസിൽ 1 ടൈം റേഡിയസ് എന്തെങ്കിലും ചേഞ്ചസ് വന്നിട്ടുണ്ടെങ്കിൽ വോള്യത്തിൻ്റെ കേസിൽ ഇറ്റ് ബിക്കംസ് 3 ടൈംസ്. സോ 3 ഇൻറ്റു ഡെൽറ്റ ആർ ബൈ ആർ ആയിരിക്കും. ഹിയർ വോള്യത്തിൻ്റെ കേസിൽ ഈ സർഫസ് ഏരിയ ആണ് പറഞ്ഞിരുന്നതെങ്കിൽ വാട്ട് വി ക്യാൻ ഡു, ഇറ്റ് ഈസ് സ്ക്വയർ ആയി മാറിയാണ്. സോ ഇൻ ദാറ്റ് കേസ് ഇറ്റ് ഈസ് 2. സോ ഹിയർ ഇറ്റ് ഈസ് ഡെൽറ്റ വി ബൈ വി, 3 ഇൻറ്റു ഡെൽറ്റ ആർ ബൈ ആർ ആണ്. അത് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു, വിൽ ഗെറ്റ് ദ ആൻസർ ആസ് പി ബൈ 3. ഓക്കെ, നെക്സ്റ്റ് സെൻട്രിപിറ്റൽ ഫോഴ്സിൻ്റെ ഒരു ക്വസ്റ്റ്യൻ ആണ്. 2 particles of same mass are revolving in the same speed. 2 പാർട്ടിക്കിൾ ഉണ്ട്, സെയിം മാസ് ആണ്, സെയിം സ്പീഡാണ്, ഓൺ എ സർക്കുലർ പാത്ത് ഓഫ് റേഡിയസ് R1 ആൻഡ് R2. ദ റേഷ്യോ ഓഫ് ദർ സെൻട്രിപിറ്റൽ ഫോഴ്സ്. അപ്പോൾ 2 പാർട്ടിക്കിൾ ഉണ്ട്, M1 ഇസ് ഈക്വൽ ടു M2 ഇസ് ഈക്വൽ ടു M. സെയിം സ്പീഡ്, 2 സെയിം മാസ് ആണ്. സ്പീഡ് എന്ന് വെച്ചാൽ V1 ഇസ് ഈക്വൽ ടു V2 ഇസ് ഈക്വൽ ടു V. ദെൻ റേഡിയസ് ഈസ് ഡിഫറെൻറ്റ്. ഫോർ ഫസ്റ്റ് വൺ റേഡിയസ് ഈസ് R1, നെക്സ്റ്റ് ഈസ് R2. സോ വാട്ട് വി നീഡ് ടു ഫൈൻഡ് ദ റേഷ്യോ ഓഫ് ദ സെൻട്രിഫ്യൂഗൽ ഫോഴ്സ്. സോ FC ഓഫ് 1 divided by FC of 2 is equal to what? ഇതാണ് ക്വസ്റ്റ്യൻ. സോ സെൻട്രിഫ്യൂഗൽ ഫോഴ്സ്, സെൻട്രിപീറ്റൽ ഫോഴ്സ് അല്ലേ, സെൻട്രിപീറ്റൽ ഫോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം mv² by r. സോ FC1 by FC2 is equal to m1 v1 square by r1 divided by m1 v1 square by r2. m2 v2 square by r2. സോ m1 v1 സ്ക്വയർ, m1 എത്രയാണ്, m1 എന്ന് പറഞ്ഞാൽ m ആണ്, v1 എന്ന് പറഞ്ഞാൽ v സ്ക്വയർ ആണ്, ഡിവൈഡഡ് ബൈ r1 തന്നെ ഈ തിരിച്ചിട്ട് ഗുണിക്കാം, ഇൻറ്റു R2 മുകളിൽ വരും, ഡിവൈഡ് ബൈ m2 എന്ന് പറയുന്നത് m ആണ്, v2 എന്ന് പറയുന്നതും v സ്ക്വയർ ആണ്. സോ ഇത് രണ്ടും ക്യാൻസൽ ചെയ്യും, ബാലൻസ് ഈസ് R2 ബൈ R1. സോ സിമ്പിൾ, R2 ബൈ R1, സോറി ഇതായിരിക്കും, ഓപ്ഷൻ തെറ്റിപ്പോയതാണ്, R2 ബൈ R1. സോ ദിസ് ഈസ് ദ ആൻസർ, R2 ബൈ R1. ശരിയല്ലേ? FC1 ബൈ FC2 തന്നെ, റേഷ്യോ ഓഫ് ദ സെൻട്രിഫ്യൂഗൽ ഫോഴ്സ്. സോ ദിസ് വൺ ഈസ് R1, താഴെ വന്നു, R2 മുകളിൽ വന്നു. സോ R2 ബൈ R1 ഈസ് ദ റൈറ്റ് ആൻസർ. ഓക്കെ, ഇതായിരുന്നു കറക്റ്റ് കേട്ടോ.
ഇത് R2/R1 ആണ്. സോ ആൻസർ ഈസ് R2/R1. വെരി സിമ്പിൾ അല്ലേ? സോ ജസ്റ്റ് റിമെമ്പർ ദാറ്റ് സെൻട്രിപീറ്റൽ ഫോഴ്സ് ഈസ് mv²/r. അതിൽ എന്തെങ്കിലും മാറിക്കഴിഞ്ഞാൽ m സെയിം ആണെന്ന് പറഞ്ഞു, v സെയിം ആണെന്ന് പറഞ്ഞു, r is different. So just you need to substitute all these things, you will get the answer. Okay. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ലീനിയർ എക്സ്പാൻഷൻ്റെ ക്വസ്റ്റ്യൻ ആണ്. ഞാനത് പഠിപ്പിച്ചില്ല, ബട്ട് ഇറ്റ്സ് വെരി സിമ്പിൾ. അതിൻ്റെ ബേസിക് ക്വസ്റ്റ്യൻ ആണ്. അത് നെക്സ്റ്റ് ക്ലാസ്സിൽ ഞാൻ എടുക്കാം. ദ ലെങ്ത് ഓഫ് എ മെറ്റാലിക് റോഡ് ഈസ് 5 meters at 0 degree centigrade and becomes 5.01 meters on heating up to 100 degree centigrade. The linear expansion of the metal will be. Linear expansion of metal നമുക്കറിയാം. ഇക്വേഷൻ ഈസ് എന്താണ്? ഡെൽറ്റ എൽ ഇസ് ഈക്വൽ ടു എൽ ആൽഫ ഇൻറ്റു ഡെൽറ്റ ടി. ഓക്കെ, അതായത് ലെങ്ത് ഓഫ് എൽ ഇവിടെ എത്രയാണ്? ലെങ്ത് ഓഫ് ദ റോഡ് ഈസ് ലീനിയർ എക്സ്പാൻഷൻ ചോദിച്ചിരിക്കുന്നത് 5 meter. ഡെൽറ്റ എൽ എത്ര തന്നേക്കുന്നത്? 5 becomes 5.01. സോ ഇറ്റ് ഈസ് 0.1 meter. അല്ലെങ്കിൽ നമുക്ക് 1/100 എന്ന് എഴുതാം. ഇത്രയും മീറ്റേഴ്സ്. ദെൻ വാട്ട് ഈസ് ഡെൽറ്റ ടി? ഡെൽറ്റ ടി എന്ന് പറഞ്ഞാൽ 0 ഡിഗ്രിയിൽ നിന്നും 100ലേക്ക് മാറ്റിയിരിക്കുകയാണ്. സോ 100 - 0 is equal to 100 degree centigrade. So that is what it is given. അത് നമുക്കിത് അങ്ങോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മാത്രം മതി. എന്താണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്? ആൽഫ ഈസ് വാട്ട്? സോ ആൽഫ എന്ന് പറയുന്നത് നമ്മൾ ഇങ്ങോട്ട് മാറ്റിക്കഴിഞ്ഞാൽ ഡെൽറ്റ L/L ഇൻറ്റു ഡെൽറ്റ ടി. സോ ഡെൽറ്റ എൽ എത്ര ഇവിടെ? 1/100 ഇൻറ്റു എൽ എത്രയാ? എൽ ഈസ് 5 meters ഇൻറ്റു ഡെൽറ്റ ടി ഈസ് ഓൾസോ 100. അപ്പോൾ എന്ത് കിട്ടും? 1/5 എന്ന് പറഞ്ഞാൽ നമുക്ക് 0.2 ഇൻറ്റു 10⁻⁻4 per degree centigrade. ഓക്കെ, അങ്ങനെയല്ല, 10⁻5 ഉള്ളൂ. സോ ഇറ്റ് ഈസ് 2 ഇൻറ്റു 10⁻5. 0.2 മാറ്റി 2 ആക്കാം. അപ്പം 0.4 മാറ്റി 0.5. So that's the answer. Only equation is delta L. Change in length is equal to original length into alpha, coefficient of linear expansion into delta T. Delta T is a change in length. So linear expansion equation is so we'll get an answer 2 into 10⁻⁻5 degree centigrade. So option D is the right answer. So ഇനി ഞാനൊരു ഹോംവർക്ക് പ്രോബ്ലം തരാം, അത് നിങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക. ഇത് പറ്റിയില്ലെങ്കിൽ നെക്സ്റ്റ് ക്ലാസ്സിൽ അത് സോൾവ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, നെക്സ്റ്റ് ഹോംവർക്ക് പ്രോബ്ലം ആണ്. ഇത് നിങ്ങൾ ചെയ്യുക. ഇതിനൊരു ക്ലൂ ഞാൻ തരാം, ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ. എ മാസ് എം ഈസ് സസ്പെൻഡഡ് ഫ്രം എ സ്പ്രിങ് ഓഫ് നെഗ്ലിജിബിൾ മാസ് ആൻഡ് ദ സിസ്റ്റം ഓസിലേറ്റ്. മാസും സ്പ്രിങ്ങും കൂടെയുള്ള സിസ്റ്റം ഓസിലേറ്റ്സ് വിത്ത് എ ഫ്രീക്വൻസി F1. The frequency of oscillation is F2 when mass is 16 m. It is suspended when another mass of 16 m is suspended. ഫസ്റ്റ് ഒരു മാസ് എം ആണ്, എന്നിട്ട് അതിനെ നമ്മൾ ഓസിലേറ്റ് ചെയ്യുന്നു. ഓക്കെ, സെയിം സ്പ്രിങ്ങിൽ തന്നെ നമ്മൾ എന്ത് ചെയ്തു? മാസ് ഡിഫറെൻ്റ് ആക്കി. സോ എന്താക്കി? 16 m ആക്കി ഇപ്പം. ദെൻ എഗെയിൻ ഇറ്റ് ഈസ് ഓസിലേറ്റിംഗ്. അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് എ വാല്യൂ ഓഫ് F1/F2? ഇതിൻ്റെ ഫ്രീക്വൻസി എഫ് ആണ്, ഇതിൻ്റെ ഫ്രീക്വൻസി F2 ആണ്. സോ ഞാൻ ഇക്വേഷൻ മാത്രം ഒന്നൊരു ക്ലൂ ആയിട്ട് തരാം. എന്താ ഫ്രീക്വൻസി? മാസ് സ്പ്രിങ് സിസ്റ്റത്തിൻ്റെ ഫ്രീക്വൻസി F is equal to 1/2π ഇൻറ്റു √k/m ആണ്. ഓക്കെ, ഇത് ഓർത്ത് വയ്ക്കുക. ഇത് വെച്ചിട്ട് നിങ്ങളത് നോക്കിയാൽ മതി. കെ എന്ന് പറഞ്ഞാൽ ഒരു സ്പ്രിങ്ങിന് എപ്പോഴും കോൺസ്റ്റൻ്റ് ആയിരിക്കും, എം ചേഞ്ചസ്. അപ്പോൾ ഇത് വെച്ചിട്ട് യു ട്രൈ ടു ഫൈൻഡ് ഔട്ട് ദ ആൻസർ, എന്നിട്ട് കിട്ടിയിട്ട് അത് കമൻറ്റ് സെക്ഷനിൽ ഇടുക. ഓക്കെ, ഇനിയും ഇതുപോലെ ക്വസ്റ്റ്യനുമായിട്ട് നമുക്ക് നെക്സ്റ്റ് ഡേ വരാം. ഓക്കെ, ബൈ.